ആരിഫ് ഹുസൈൻ സാർ നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാറിന്റെ പിറകിൽ ഇസ്രായേലിന്റെ പതാക ഞാൻ കാണുന്നുണ്ട്. എന്താണ് സാർ, ഇസ്രായേലിനോടാണോ ഐക്യദാർഢ്യം അതോ? ആഹ് ഐക്യദാർഢ്യം ഉണ്ട്. അതിന് കൃത്യമായ കാരണമുണ്ട്. മുസ്ലിം വിരുദ്ധതയല്ല. അത് കൃത്യമായി ഒരു വലിയ സെന്റൻസിൽ പറഞ്ഞാലാണ് അത് തീരുള്ളൂ. എനിക്ക് തോന്നുന്നു അത് വേറൊരു അവസരത്തിൽ നമുക്ക് വിശദമാക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ. എല്ലാ കണ്ണുകളും റഫായിലേക്ക് എന്ന് പറയുന്ന ക്യാമ്പയിൻ നമ്മൾ കണ്ടു. അതിനുശേഷം ഈ പറയുന്ന റിയാസിയിലേക്ക് ആരുടെയും കണ്ണുകൾ കണ്ടില്ല എന്നുള്ളതിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അങ്ങയുടെ ചാനലിൽ അങ്ങ് വീഡിയോ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. സത്യത്തിൽ ആ ഒരു വീഡിയോ എനിക്ക് ഇന്ന് ഈ ലൈവ് ചെയ്യാൻ വേണ്ടി പ്രചോദനം തന്നു എന്നുള്ളത് തുറന്നു പറയാതിരിക്കാനാവില്ല. എങ്ങനെയാണ് സാർ അങ്ങയുടെ ആ ഒരു വീക്ഷണം? നമ്മുടെ ചാനലിലൂടെ പറയുകയാണ്. അങ്ങയുടെ ചാനൽ ഞാൻ പൂർണ്ണമായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ മാന്യ പ്രേക്ഷകരിലേക്ക് കൂടി അത് പങ്കുവെക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു വീക്ഷണം വരുന്നത്? ആം, മിനിയാന്ന് ചെയ്ത ആ വീഡിയോ മാത്രമല്ല, ഇന്നലെ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ അവരുടെ പാർലമെൻറ്റ് ഇലക്ഷൻ. എല്ലാവർക്കും നമസ്കാരം കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയതാണ്. ഓക്കെ. മറ്റതിഥികൾക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയപ്പോൾ അതിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വലതുപക്ഷം ഉയർന്നു വരുന്നു എന്ന് പറയുന്നൊരു കാര്യം. നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും വളരെ അധികം പരാതി പറയുന്നൊരു കാര്യമാണ്. ഈ വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നു, ഭൂരിപക്ഷ വർഗീയത വളരുന്നു, ഇതെല്ലാവരും പറയുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് ഈ വലതുപക്ഷം വളരുന്നതെന്നോ, എന്തുകൊണ്ട് ബി ജെ പി, ഇപ്പോൾ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി ശക്തി പ്രാപിക്കുന്നുവെന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സംഘ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നുവെന്നോ, എന്തുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ നാസി പാർട്ടികളടക്കം അതിൽപ്പെട്ട ആളുകൾ, അതിൻ്റെ പിൻതലമുറക്കാർ എന്നൊക്കെ വിളിക്കാവുന്ന ആളുകൾ പോലും, AFD എന്നൊക്കെ പറയുന്ന പുതിയ പാർട്ടികൾ, അതുപോലെ മറ്റു പല, ഇപ്പോൾ മാക്രോണെയൊക്കെ നിലംപരിശാക്കിയ ഒരു വലതുപക്ഷ പാർട്ടി, അതുപോലെയുള്ള ഇരട്ടി, മാക്രോണേക്കാളും ഇരട്ടി വോട്ട് നേടിയിട്ടൊക്കെയാണ് വന്നത് എന്ന് വരുമ്പോൾ എന്തുകൊണ്ട് അത് ഉദയം ചെയ്യുന്നു? ഇതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തെക്കുറിച്ച് ഇതുപോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പ്രശ്നത്തെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിയുമ്പോൾ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നമെന്ന് സമ്മതിച്ച് നമ്മൾ മുന്നോട്ട് വരിക എന്നതാണ് അതിൽ ഏറ്റവും ആദ്യത്തെ. നമ്മൾ പറയും പ്രോബ്ലം ഐഡൻറ്റിഫൈഡ് ഈസ് എ പ്രോബ്ലം ഹാഫ് സോൾവ്ഡ് എന്ന് നമ്മൾ പറയും. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു വിഷയത്തിൽ എല്ലാവർക്കും അറിയാം വലതുപക്ഷം വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുമെങ്കിലും എന്തുകൊണ്ട് വലതുപക്ഷം ഉണ്ടാകുന്നു എന്ന ചോദ്യം അവിടെ ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ ഉത്തരവില്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ മതവിശ്വാസിയായിട്ടുണ്ടായിരുന്ന കാലത്തായാലും മതവിശ്വാസം ഉപേക്ഷിച്ച് ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലേക്ക് വരുന്ന കാലഘട്ടമായാലും ഒക്കെ നമ്മളുടെ ചിന്തയിലൂടെ പോയിട്ടുണ്ടാവുന്ന കുറേ കാര്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്തായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ, എന്തിനാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം ഒരു വാദമായിട്ട് വെക്കുന്നു, സംഘിച്ചാപ്പയടിക്കുന്നതായാലും എല്ലാം നമ്മൾ കാണുന്നു. എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത് എന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരൊറ്റ ഒരു ഗുണം എന്ന ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് ഈ മറുവശത്ത് നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാനും അറിയാനും സാധിച്ചത്. അതിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് മാത്രമല്ല, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴും എന്താണ് ഇസ്ലാമിൻ്റെ വിമർശകർ പറയുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചു. ഹോമിയോപ്പതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് ഹോമിയോപ്പതിയുടെ വിമർശകർ പറയുന്നത് എന്ന് അറിയാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ഹോമിയോപ്പതി വിടേണ്ടി വന്നത്. അതേപോലെ ആയുഷ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ വിമർശകർ പറയുന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അത് വിടേണ്ടി വരുന്നത്. അങ്ങനെ ഏതൊരു വിഷയത്തിലും നമുക്ക് അങ്ങനെ എവിടെയാണ് വസ്തുത എന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിലേറ്റവും അടിസ്ഥാനമാണ് എതിർ വശത്ത് പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ വലതുപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വ്യക്തമാവുന്നു. ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നാഷണൽ സെക്യൂരിറ്റിയാണ്. ആ നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് ഇവിടുത്തെ വലതുപക്ഷത്തിന് മാത്രം ബാധ്യത എന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ മാത്രം എന്തോ ഒരു വലിയ സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു എന്ന രീതിയിലോ പറഞ്ഞു വെക്കാൻ പാകത്തിന് അതിനെ മാറ്റിമറിച്ചു. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഗതി. ഇവിടെ NIA ഉണ്ടായിരുന്നു, അതുപോലെയുള്ള മറ്റു പല സംവിധാനങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ISISലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഇവിടുന്ന് ആരും പോവാറില്ല, ഇവിടുന്ന് അങ്ങനെ റിക്രൂട്ട്മെൻ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ സമയത്ത് സർക്കാർ മാറി കണക്കുകൾ പുറത്തു വരുന്നത് പിന്നെ നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 200-ഓളം റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നതായിട്ടും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെൻറ്റ്സ് നടന്നത് അത് കേരളത്തിൽ നിന്നാണ് എന്നും വരുന്ന കണക്കുകൾ പുറത്തേക്ക് വരുന്നത് ഇതേ NIA തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു?
ഇതേ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അത് നോക്കാൻ സമയമില്ലാതെ പോയതാണോ, അതല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തായിരുന്നു പണി എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന അവിടെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഓരോ വിഷയത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ റിയാസി എന്ന് പറയുന്ന അവിടെ നടന്ന ഈ ഭീകരാക്രമണത്തിൽ അവിടെ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. അതിനെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ഇവിടെ ആ ഒരു വിഷയം മാത്രമല്ല, ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങളായാലും ഇന്ന് ഇപ്പോൾ മറ്റ് ഇതുപോലെ 1-2 ആക്രമണങ്ങൾ വേറെ നടന്നു എന്ന് അറിയാൻ കഴിയുന്നു, ജവാന്മാർ അവിടെ കൊല്ലപ്പെട്ടു എന്ന് അറിയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അതിനെക്കുറിച്ച് പറയുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്നതും അതൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്നതും എല്ലാം അത് ചില ദുഷ്ടലാക്കോടുകൂടി ചില ആളുകൾ ഉണ്ടാക്കി വിടുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു രീതി അതിവിടെ നിലനിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇത് ഉന്നയിക്കുന്ന ആളുകൾ അത് ഒരു പക്ഷത്തുള്ള ആളുകൾ മാത്രമായിട്ട് ഇവിടെ മുഴച്ചു നിൽക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം അതൊരു ഉദാഹരണമാക്കി എടുത്ത് പറയാൻ പാകത്തിന് വന്നതിൽ വലിയ വിഷമമുണ്ട്. കാരണം ആളുകൾ 10-ഓളം ആളുകൾ കൊല്ലപ്പെടുന്നതും കുട്ടികളടക്കം, അതുകൂടാതെ അതിൽ കൂടുതൽ ആളുകൾ 35ഓളം ആളുകൾ അവിടെ പരിക്കേറ്റ് കിടക്കുന്ന അവസ്ഥയും, അതിനേക്കാൾ ഉപരി ആ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ മൊത്തത്തിൽ അവരുടെ ഇനിയും ഇത് സംഭവിക്കുമെന്നുള്ള ആശങ്കയും ആ സൈനികരുടെ ജോലി ഭാരം കൂടുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എടുത്ത് നമ്മൾ വെക്കുമ്പോൾ ഇങ്ങനെ വരേണ്ടി വന്നത് അവിടെ ഉണ്ടെങ്കിലും ഞാൻ പറയുകയാണ്, ഇത് സത്യത്തിൽ ഇവിടെ ഇതൊരു ഉദാഹരണമായിട്ട് മാറുന്നു. ആ ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് ഈ വിഷയത്തിലൂടെയും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ സെക്യൂരിറ്റി ഒരു വിഷയമായിട്ട് ഉന്നയിക്കാൻ പാകത്തിന് ആളുകൾ മുന്നോട്ട് വരുന്നതും അതൊരു വിഭാഗം ആളുകൾ വലതുപക്ഷം മാത്രമായിട്ട് മാറുന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. അവിടെ ഈ രാഷ്ട്രീയ വൈര്യം മാറ്റിവെച്ചുകൊണ്ട് നാഷണൽ സെക്യൂരിറ്റി അത് ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടിയുടെ അടക്കം അവന് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ്, അവൻ്റെ മേലെയുള്ള ഒരു ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഏത് രാഷ്ട്രീയ വലതായാലും ഇടതായാലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് കണ്ടെത്തി ഒരു ദേശസ്നേഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട ഓരോ വ്യക്തിയുടെയും ഒരു ഉത്തരവാദിത്തമായിട്ട് കാണേണ്ട ഒരു സംഗതി, അതിൽ ഒരു വിഭാഗം ആളുകൾ ഒഴിഞ്ഞു നിൽക്കുകയും അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി കുറ്റപ്പെടുത്തലിലൂടെയും മറ്റു രീതിയിലൂടെ അതിനെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് നമ്മളിവിടെ നിരന്തരം കാണുന്നത്. അത് ഈ വിഷയത്തിലും കാണാൻ സാധിക്കുന്നു. പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ അവിടെ ആ ഒരു 10-40ഓളം സൈനികർ കൊല്ലപ്പെട്ട സമയത്ത് നമ്മൾ കണ്ടതാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയം മോദി അത് പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. എനിക്കത് പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. കാരണം ഒന്ന് പേഴ്സണലി ഞാൻ ഈ സൈന്യത്തിലൊക്കെ പോകണമെന്നും ആ രീതിയിലൊക്കെ വരണമെന്നും കുട്ടിക്കാലത്ത് ആഗ്രഹിച്ച് നടന്നിരുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ആ കൊല്ലപ്പെട്ടതിൽ ഞാനായിരുന്നു എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ചും ഇവിടെ അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ രാജ്യം ഇതുപോലെ ഒരു പദ്ധതി ഇടും എന്നറിയുമ്പോൾ ഞാൻ അന്ന് പോകാൻ വിചാരിച്ചത് അതൊരു അബദ്ധമായി പോയേനല്ലോ എന്ന് വരെ ചിന്തിക്കുമ്പോൾ എത്ര ആളുകൾ അവരുടെ ചിന്തയിലൂടെ അത് പോയിട്ടുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നത്. രണ്ട്, നമ്മൾ അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ ഇതേ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെയൊക്കെ ബാച്ചിൽ പഠിച്ച കുട്ടികൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഇന്നും സൈന്യത്തിലുള്ള ആളുകളാണ്. നമ്മളൊക്കെ ചെയ്യുന്ന പരിപാടികൾ ഒക്കെ കാണുമ്പോൾ അവർ പറയുന്നു, നമ്മളോട് പേഴ്സണലി പറയുന്നൊരു കാര്യം, ആരിഫെ നീ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി ഭാരമാണ് കുറയുന്നത് എന്ന് വരെ അഭിപ്രായപ്പെടുന്ന സൈനികരായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളടുത്ത് ഉണ്ടാകുമ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇതിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില ആശയങ്ങൾ എന്ന് പറയുന്നത്. അവിടെയാണ് ഇതിനെയൊക്കെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ അത് വെറുതെ കള്ളിൻ്റെ കോട്ടയ്ക്ക് വേണ്ടിയും ശമ്പളത്തിന് വേണ്ടിയാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന രീതിയിലേക്കൊക്കെ വിടുമ്പോൾ അത് വലിയ വിഷമമുണ്ടാക്കുന്നുണ്ട്. അത് പറയുന്ന ആളുകൾ മുഴുവൻ അത് സംഖ്യയായതുകൊണ്ട് പറയുന്നു എന്നും പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ പിന്നെ ഇതാരാണ് പറയേണ്ടത് എന്ന ചോദ്യം അവിടെ ബാക്കിയാവുകയും അത് പറയുന്നത് മുഴുവൻ ഒരു വശത്തുള്ള ആളുകളുമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ധ്രുവീകരണം ശക്തിപ്പെടുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു വലിയ തോതിലുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ യൂറോപ്പിൽ വരെ കണ്ട് തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ട് കഴിഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇന്ത്യയിലും ഇനി ശക്തിപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ പല ആംഗിളിൽ നിന്ന് നമുക്ക് ഈ വിഷയത്തെ കാണാം, പഠിക്കാം. ഓരോ വിഷയങ്ങളിലേക്ക് നമ്മൾ ചർച്ച കൊണ്ടുപോകാൻ നമുക്ക് ഉപകരിക്കും. ഞാൻ ഈ വിഷയത്തെ ഇതൊരു തീവ്രവാദത്തെ എതിർക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഇതിൽ ആളുകൾ കൊല്ലപ്പെട്ടു കണ്ണെവിടെ എന്ന ചോദ്യത്തിലേക്ക് പോകുന്നത്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ഇതിനെ എടുത്തു വെക്കുന്നത് ഇത് ഈ വലതുപക്ഷം വളരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ, ആ ആളുകൾക്ക് തങ്ങൾ എന്താണ് വലതുപക്ഷം വളരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ട ഒരു ഘട്ടമായിട്ട് അതിനെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയുന്നത്. ബാക്കിയൊക്കെ പോട്ടെ, നിങ്ങൾക്ക് കണ്ണൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ഭാരിച്ച പരിപാടികളാണ്, എപ്പോഴൊന്നും സാധിച്ചോളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മിനിമം ചെയ്യാവുന്ന കാര്യമാണ്
ഇതുപോലെയുള്ള ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ അതെങ്കിലും ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചെറുവിരലിൻ്റെ അനക്കമെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വലതുപക്ഷത്തെ തടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നത്, അത് ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡിനെ സ്നേഹിക്കാം, പഞ്ചായത്തിനെ സ്നേഹിക്കാം, ജില്ലയെ സ്നേഹിക്കാം, സംസ്ഥാനത്തെ സ്നേഹിക്കാം, പക്ഷെ രാജ്യത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറുന്നു. അത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയൊക്കെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയും. സംസ്ഥാന സ്നേഹിയായിട്ട് അറിയപ്പെടുന്നതിൽ നിങ്ങൾ ഒരു മലയാളി എന്നൊക്കെ അറിയുന്നതിൽ നിങ്ങൾക്ക് വലിയ അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിലും ഒരു അഭിമാനം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു നിലപാടെടുത്തുകൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ അവസാനമായിട്ട്. വലതുപക്ഷത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യം സത്യത്തിൽ വലതുപക്ഷത്തെ വളർത്തുന്ന പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള വൺ സൈഡഡ് ആയിട്ടുള്ള ഇരട്ടത്താപ്പ് മുഴച്ചു നിൽക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകളാണ്. അതിലേറ്റവും പ്രധാനം ഇസ്ലാമിൻ്റെ വശത്തു നിന്നുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികൾ പണിയൊപ്പിക്കുന്ന സമയത്ത് അത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഇസ്ലാമിലേക്കൊരു നവോത്ഥാനം വരേണ്ട സമയത്ത് അവിടെയൊക്കെ കണ്ണടച്ച് നിന്ന് അതല്ലെങ്കിൽ അത് അവിടെ ആയിക്കോട്ടെ, ഇച്ചിരി ഭീകരവാദം ഇച്ചിരി തോന്നിവാസമൊക്കെ അവർ ചെയ്തോട്ടെ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന ആളുകളായിട്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ മാറുന്നു. അത് തന്നെയാണ് ഈ വലതുപക്ഷം വളർത്തുന്ന അല്ലെങ്കിൽ അവരെ വളർത്തുന്ന ഘടകം. അത് നമ്മളിവിടെ കണ്ടു. ഇലക്ഷനിൽ വോട്ട് എങ്ങനെയാണ് ചോർന്നു പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. അത് ഇനിയും രൂക്ഷമാകും. അത് ആഗോള പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിൽ ഇവിടെ ഇന്ത്യക്ക് മാത്രം ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. കാരണം അത് നിങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു പ്രതിഭാസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ട് തടയാൻ ശ്രമിച്ചാലും ഒറ്റ കാര്യം നിങ്ങൾ മാത്രം ഉറപ്പാക്കിയാൽ മതി. ഇതുപോലുള്ള നാഷണൽ സെക്യൂരിറ്റി അതുപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരണം നടത്തുന്ന ആളുകൾ അത് ആര് എന്ന് ചോദിക്കുമ്പോൾ അത് വലതുപക്ഷം മാത്രമായി മാറാതെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നാണ് എനിക്ക് ഇതിൽ അവസാനമായിട്ട് പറയാനുള്ളത്. നന്ദി. ഓക്കെ, എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം ഒരു 10-15 മിനിറ്റ് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട് സാർ. എന്തായാലും ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവാണ്. സാറിന്റെ വിലപ്പെട്ട സമയം ഇനി ഞാൻ കവരുന്നില്ല. ഇനി മറ്റൊരു സമയത്ത് എനിക്ക് ഈ പതാക പിറകിൽ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിന്റെ ഒരു വിശദീകരണം തരണം എന്നൊരു അപേക്ഷ വെക്കുകയാണ്. എന്തായാലും സാറ് ലെഫ്റ്റ് ചെയ്തോളൂ. എന്തായാലും നന്ദിയുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, യെസ്, എല്ലാവർക്കും നന്ദി.